നോമ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് വൈകിപ്പോയിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നോമ്പിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ഒരു ദിവസത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നനച്ചുളിപ്പണി കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ നനച്ചുളി എന്നൊന്നും പറയാറില്ല, നോമ്പിൻ്റെ ക്ലീനിങ് എന്നാണ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് നനച്ചുളി എന്നൊക്കെ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ അതൊന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമായതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് കിടന്നു. രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കിടന്ന് 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിലാണ് ഇപ്പോൾ എണീറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കുന്നുള്ളത്. അപ്പോൾ ഇന്ന് തട്ടിക്കൂട്ട് എന്താ പറയുക, അപ്പങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. തട്ടിക്കൂട്ടായിട്ട് ഒരു എന്താ പറയുക പീനട്ട് ബട്ടർ വെച്ചിട്ട് നമ്മൾ ബ്രെഡിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാമെന്നേ. രാവിലെ തന്നെ മക്കളൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു ടൈമിൽ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അതൊക്കെ സെറ്റാകുമ്പം കുറേ ടൈം എടുക്കും. അപ്പോൾ ഞാൻ ഇന്ന് സിമ്പിളായിട്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് എന്താ പറയുക ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ടോസ്റ്റ് റെഡിയാക്കി എടുത്തതാന്നേ. അപ്പോൾ മക്കൾക്ക് ഇത് ഇഷ്ടമാണ് കേട്ടോ. ചെറിയ കുട്ടികൾ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേഗം കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാലില്ലേ, അപ്പോൾ ഇന്ന് വേഗം തന്നെ പണികളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മൾ ക്ലീനിങ്ങിൻ്റെ പരിപാടിയാണ് നോക്കുന്നുള്ളത്. ഇന്നൊരു ദിവസത്തിൽ എത്ര നമുക്ക് കഴിയുന്നോ അത്രയും ക്ലീനിങ്ങിൻ്റെ പരിപാടിയാണ് ഞാനിവിടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഇന്ന് നിസ്കാരം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വൈകുന്നേരം വരെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്ര വീട് മൊത്തം ആവുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ വേഗം ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അലക്കാൻ വേണ്ടിയിട്ട്. മക്കളുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിലൊന്ന് അലക്കാനിട്ടിട്ട് പോയാൽ അത് വരുമ്പം ഉണങ്ങി കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വേഗം തന്നെ ഞാൻ അലക്കുന്ന പരിപാടിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കുറേയെന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ നോമ്പൊക്കെ വരല്ലേ, അപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ എന്താ പറയുക എപ്പോഴും ഉണ്ടാകുന്നു കേട്ടോ ഇത്രയൊക്കെ തുണികളൊക്കെ അലക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ തുണി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുറേ ദിവസത്തേന്നൊക്കെ. പക്ഷേ അല്ല കേട്ടോ, എനിക്ക് ഡെയിലി ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ അലക്കാനുള്ളതൊക്കെ ഉണ്ടാകുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കൈ കൊണ്ട് അലക്കിയാൽ എൻ്റെ എന്താ പറയുക ഒരുവിധമാവും. അപ്പോൾ ഞാൻ കൂടുതലും മെഷീനിലാണ് ഇടാറുള്ളത് കേട്ടോ. പിന്നെ വേഗം തന്നെ പാത്രം കഴുകലും പരിപാടിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പാത്രം ഇത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മൊത്തത്തിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ രാത്രിയിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാത്രിയിലത്തെ. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ വേഗം തന്നെ നമ്മൾ എന്താ പറയുക മൊത്തത്തിലൊന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് കാണാം കേട്ടോ. ആദ്യം തന്നെ വേഗം ഞാൻ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചക്കിലേക്കുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, തലേ ദിവസം കൊണ്ടുവന്നതാണേ. അപ്പോൾ അതൊക്കെ ഇരിപ്പുണ്ടായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചോറും കറിയൊന്ന് റെഡിയാക്കിയിട്ട് ബാക്കി പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മക്കൾക്ക് ഇന്ന് ബ്രെഡ് ടോസ്റ്റ് കൊടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മക്കളുള്ള ദിവസം എപ്പോഴും ഞങ്ങൾ വേഗം ചോറ് കഴിക്കും കേട്ടോ. അപ്പോൾ അവരുണ്ടെങ്കിൽ ഞാൻ ചോറും കറികളൊക്കെ എപ്പോഴും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കും. ഞങ്ങളൊരു 2 മണിയൊക്കെ ആകുമ്പം ചോറും കറിയൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കും. അങ്ങനെയാണേ. അപ്പോൾ മക്കളുണ്ടാകുമ്പം നമുക്ക് ജോലി ഭാരം കൂടുതലോ ആണേ. അവരുടെ പിന്നാലെ നടന്ന് ജോലി നടക്കില്ല, ഒന്നും നടക്കില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോറും കറി റെഡിയാക്കി എടുക്കും. അങ്ങനെയാണേ. അപ്പോൾ ഇന്ന് നങ്ക് മീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നങ്ക് കറി ആക്കിയിട്ടുണ്ട് കേട്ടോ, മുളക് കറിയാണേ. പിന്നെ ഞാനിതിലെ ഒരു 2-3-4 ദിവസം മുമ്പ് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ സമൂസ എന്ന് പറയാനില്ല, ഒരു സ്നാക്സ് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്, ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ ഞാൻ പറയാം കേട്ടോ എങ്ങനെ ഉണ്ടെന്നൊന്ന്. അപ്പോൾ
കാണുമ്പോൾ നല്ല രസമുണ്ട്. നല്ല സ്നാക്സ് റെഡിയാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ റിവ്യൂ പറയാം കേട്ടോ. നോമ്പിന് എന്ത് എളുപ്പത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമ്പോൾ എനിക്കത് കണ്ടതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണേ. പിന്നെ മൊത്തത്തിലൊന്ന് പൊടിയൊക്കെ തട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിലെന്ന് വെച്ചാൽ മരത്തിലൊക്കെ നല്ല പോലെ ധൂളു ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആഴ്ചയിലൊരിക്കൽ ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ എത്ര ക്ലീൻ ചെയ്താലും മരത്തിലൊക്കെ നല്ല പോലെ പൊടി പിടിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുടക്കുന്നതാണ്. പിന്നെ ഒന്നുകൂടി മൊത്തത്തിലൊന്ന് നോമ്പിൻ്റെ ക്ലീനിങ് എന്ന് വെച്ചിട്ട് അങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഡെയിലി കിച്ചൺ ക്ലീൻ ചെയ്യുമ്പം തുടക്കലാന്നേ. ഇങ്ങനെ ഡെയിലി തുടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഈ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് കഴുകിയിട്ട് വെച്ചതാന്നേ. അപ്പോൾ അതൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ലെങ്തി ആയിപ്പോണ്ടാന്ന് വെച്ചിട്ട് ഞാൻ സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ. അപ്പോൾ കാണുമ്പം നിങ്ങൾക്ക് ബോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്ക്. പിന്നെ കുറേ പേര് കമൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ വുഡിൻ്റെ ഗ്ലാസ് റാക്ക് എവിടെ നിന്ന് വാങ്ങിച്ചു, പിന്നെ പ്ലേറ്റ് റാക്ക് എവിടെ നിന്ന് വാങ്ങിച്ചു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചത് ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും പോയി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. ഇതിൻ്റെ വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. എവിടെ നിന്ന് വാങ്ങിച്ചു, എത്ര റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസം ആയതുകൊണ്ട് തന്നെ അവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ വലിയ കുട്ടികൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്താ പറയുക, ജനാലയുടെ കമ്പി തോർത്തൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ അപ്പുറത്തിരുന്ന് അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മൊത്തത്തിലൊന്ന് പൊടികളൊക്കെ ഒന്ന് തട്ടിയെടുത്ത് നമ്മുടെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്നേ. അപ്പോൾ മൊത്തത്തിലൊന്ന് തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് അടിച്ച് തുടക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ജനാലയൊക്കെ മക്കൾ അവിടെ നിന്ന് കുറച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊപ്പം ഞാനും ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. മക്കളെ കൂടുതൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താറില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത് കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ ഡെയിലി എടുക്കുന്നത് തന്നെയാണ്. എന്നാലും വീണ്ടും തുടച്ച് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. ഡെയിലി എടുത്താലും ഡെയിലി തുടച്ച് വെച്ചാലും ഒരു 2-3 മണിക്കൂർ കഴിയുമ്പം മൊത്തത്തിലൊന്ന് പൊടി പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഓവന് തുണി വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബ്രെഡ് ടോസ്റ്റർ ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കലാന്നേ. അപ്പോൾ നമുക്ക് സ്പേസും കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെയാന്നേ. പിന്നെ ഇത് ഞാൻ ഒരിക്കൽ മാംഗ്ലൂർ പോയിട്ടപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇടയിലൊക്കെ ഇങ്ങനെ നല്ല പോലെ പൊടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഡെയിലി തുടക്കുന്നുണ്ടെങ്കിലും വീണ്ടും അങ്ങനെ തന്നെ ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനൊരു ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ കാസർഗോഡ് മൗലവിയിൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ ഇത് ലൈറ്റ് കത്തുമ്പം. ഇപ്പോൾ ഇതിൻ്റെ ലൈറ്റൊക്കെ പോയിട്ടാ. ഇതിൻ്റെ ലൈറ്റ് പോയി എന്നല്ല, ബാറ്ററി എന്തോ തീർന്നെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ അതും നന്നായിട്ടൊന്ന് തുടച്ച് അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇവിടെ ആയിട്ടാണ് വെച്ച് കൊടുക്കാറുള്ളത്. അപ്പോൾ മൊത്തത്തിൽ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടിന്നിൽ കുറച്ച് പരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മൊത്തത്തിലൊന്ന് എടുത്ത് മാറ്റി നമ്മൾ വേറൊരു ബോട്ടിലേക്ക് ആക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മൊത്തത്തിലൊന്ന് തുടച്ചെടുത്തതിന് ശേഷം ഞാൻ വേഗം എൻ്റെ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ റൂമിൽ ജനാലയുടെ കമ്പികളൊക്കെ ഞാനാണ് തുടച്ചിട്ടുള്ളത്. അപ്പോൾ മക്കൾക്ക് ഓരോ റൂമിൽ ജനാലയുടെ കമ്പി തുടക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂടുതൽ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ തുടച്ചു കൊടുത്തോണ്ട് തന്നെ കൂടുതലൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് മാറാല കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇന്നെടുത്ത് 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അതൊന്ന് മൊത്തത്തിലൊന്ന് കൊട്ടി തുടച്ച് കുറച്ച് ഇങ്ങനെ കമ്പികളൊക്കെ ഒന്ന് നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും റിസ്ക് പിടിച്ചൊരു ജോലിയാണ് കേട്ടോ ഈ ജനാലയുടെ കമ്പികളൊക്കെ തുടക്കുന്നത്. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ്. എന്താണെന്നറിയില്ല, അത് തുടക്കുന്നതെന്ന് വിചാരിക്കുമ്പോൾ തന്നെ എൻ്റെ ഫുള്ള് എനർജിയും പോവും. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടോയെന്നൊന്ന് കമൻ്റ് ആക്കട്ടോ. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ ജനാലയുടെ കമ്പിയൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കൽ. അപ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുത്തതിന് ശേഷം ഫുള്ളൊന്ന് അടിച്ചു വാരി തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പുറത്തിലെ പണിയൊന്നും എടുക്കുന്നില്ല കേട്ടോ. പുറത്തിലെ
പണിയൊക്കെ പിന്നെ ഒരു ദിവസം എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് സമയമുണ്ടെങ്കിൽ. പിന്നെ ബാക്കി നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഓരോരോ ബോട്ടിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ആക്കാൻ മറക്കല്ലേ, ഷെയർ ആക്കാൻ മറക്കല്ലേ, കമൻ്റ് ആക്കാൻ കൂടി മറക്കല്ലേ കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണില്ലേ അതൊന്ന് ഓൾ എനേബിൾ ചെയ്തിട്ട് വെക്കാം കേട്ടോ. അപ്പം ഞാനിടുന്ന വീഡിയോസില്ലേ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ. പിന്നെന്താ, അപ്പോൾ നമുക്ക് അടുത്ത നല്ല നല്ല വീഡിയോസായി കാണാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും.